ഹലോ, ഞാൻ കവിത സുധാകരൻ. ഞാൻ ഒരു ചെറിയ വചനം പറയാട്ടോ. ജോബ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നില്ലേ, ഭയങ്കര പിശാച് പരീക്ഷിച്ചിട്ടുള്ളൊരു ജോബ്. ഒരുപാട് പരീക്ഷിക്കും പിശാച് പരീക്ഷിച്ച് ഒരു വിധമാക്കുന്ന ഒരാളാണത്, കഷ്ടപ്പെടുത്തും. പക്ഷെ അവസാനം ജോബിനെ കർത്താവ് അനുഗ്രഹിക്കും. ആ വചനാണ് കേട്ടോ പറയണത്. ജോബ് 42:12. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുമ്പിലത്തേതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 എർക്കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. സങ്കീർത്തനം 144:13-14 പറയാട്ടോ. ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. പിന്നെ വേറെ വെളിപാട് പറയാം. വെളിപാട് 21:10-19-20. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11ാമത്തേത് വജ്രം, 12ാമത്തേത് സൗഗന്ധികം. വെളിപാട് 21:10-19-20 ജെറുസലേമിനെ കാണിച്ചു കൊടുക്കുന്നതാണ്, വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ. അപ്പോൾ ഇന്നത്തെ വചനം ഇഷ്ടമായ? താങ്ക് യു.